നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട്ട് ബിജെപിയിൽ പൊട്ടിത്തെറി. ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ അതൃപ്തിയെ തുടർന്ന് വിമത നീക്കം ശക്തം. വിമത കൗൺസിലർമാർ രാജിവെച്ചേക്കുമെന്ന് സൂചന. വിമതർ ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹത്തിനിടെ ചിലർ സന്ദീപ് വാര്യരുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ട്. കോൾ കർഷകരുടെ പ്രതിസന്ധിയിൽ തുറന്നടിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ രാഷ്ട്രീയ കളി. ജൂണിൽ ആവശ്യപ്പെട്ട റിപ്പോർട്ട് പോലും ജില്ലാ കളക്ടർ ഇതുവരെ തന്നിട്ടില്ല. തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് നൽകാത്തതിന് പിന്നിൽ രാഷ്ട്രീയ കളി മാത്രമെന്നും സുരേഷ് ഗോപി. സ്ഥിരതയിലൂന്നിയ വികസന പദ്ധതികളിലൂടെ മാത്രമേ നാടിന്റെ മുന്നേറ്റം സാധ്യമാകൂ എന്ന് മന്ത്രി എം പി രാജേഷ്. സംയോജിത ജലവിഭവ പരിപാലന റിപ്പോർട്ടുകളുടെ പ്രകാശനം പാലക്കാട്ട്. മികച്ച സൗകര്യമുള്ള സർക്കാർ സ്കൂളുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് കൂനത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷത്തിന് തുടക്കം. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് 75 വയസ്സ്. ഭരണഘടന പ്രാബല്യത്തിൽ വന്നിട്ട് 3/4 നൂറ്റാണ്ട്. രാജ്യത്ത് വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ. രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ ഏവരും മുന്നോട്ട് വരണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പതിറ്റാണ്ടുകളായി തകർച്ചയിലായ കോട്ടായി അയ്യംകുളം വലിയപറമ്പ് കോഴിയോട് റോഡിന് ശബ്ദമോഷം. റോഡ് നവീകരണത്തിന് MLA ഫണ്ടിൽ നിന്ന് 30 ലക്ഷം അനുവദിച്ചു. നവീകരണ പ്രവൃത്തികൾ മാർച്ചിൽ ആരംഭിക്കുമെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. പാലക്കാട് ബിജെപിയിൽ പൊട്ടിത്തെറി. വിമത കൗൺസിലർമാർ രാജിവെച്ചേക്കുമെന്ന് സൂചന. ജില്ലാ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തതിലെ അതൃപ്തിയാണ് വിമത നീക്കം ശക്തമാക്കിയത്. വിമതർ ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹത്തിനിടെ ചിലർ സന്ദീപ് വാര്യരുമായി ചർച്ച നടത്തിയതായും സൂചനയുണ്ട്. മുതിർന്ന നേതാക്കളെ തഴഞ്ഞ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ബിജെപി ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിലെ പ്രതിഷേധമാണ് വിമത നീക്കത്തിന് ശക്തി പകർന്നത്. ഉപതെരഞ്ഞെടുപ്പ് കാലം മുതൽ ബിജെപിയിൽ വിമത നീക്കം നടന്നിരുന്നു. ബിജെപി ദേശീയ സമിതി അംഗവും മുതിർന്ന നേതാവും കൗൺസിലറുമായ എൻ ശിവരാജൻ, സംസ്ഥാന ട്രഷററും നഗരസഭാ കൗൺസിലറുമായ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, കൗൺസിലർമാരായ സാബു, സ്മിതേഷ് എന്നിവരുൾപ്പെടെയുള്ളവർ വിമതയോഗത്തിൽ പങ്കെടുത്തതായാണ് സൂചന. വിമതർ ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹവും പ്രചരിക്കുന്നുണ്ട്. പാലക്കാട് യാക്കരപ്പുഴയ്ക്ക് സമീപത്തെ ഓഡിറ്റോറിയത്തിലാണ് വിമതർ യോഗം ചേർന്നത്. അതേസമയം ഭാവി കാര്യങ്ങളോ സംഘടനാ വിഷയങ്ങളോ പ്രതികരിക്കാൻ വിമതയോഗത്തിൽ പങ്കെടുത്തവർ തയ്യാറായില്ല. ഇതിനിടെ വിമതർ സന്ദീപ് വാര്യരുമായി ചർച്ച നടത്തിയതായും സൂചനയുണ്ട്. പ്രതിഷേധിച്ച കൗൺസിലർമാർ ബിജെപി സംസ്ഥാന നേതൃത്വത്തെ രാജിസന്നദ്ധത അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത്. കൗൺസിലർമാർ രാജിവെക്കുകയാണെങ്കിൽ പാലക്കാട് നഗരസഭാ ഭരണം തുലാസിലാകും. മാനദണ്ഡങ്ങൾ തെറ്റിച്ചാണ് ജില്ലാ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടന്നതെന്നാണ് കൗൺസിലർമാർ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം. അതേസമയം ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു മാനദണ്ഡവും ലംഘിച്ചിട്ടില്ലെന്നാണ് നിലവിലെ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് നൽകിയ വിശദീകരണം. അത് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇലക്ഷൻ്റെ സംവിധാനം ഇലക്ഷൻ പാർട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അല്ല, എല്ലാ പ്രശ്നവും പരിഹരിക്കാം. പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏത് പ്രശ്നമായാലും അത് പരിഹരിക്കപ്പെടണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അതൊരു സംഘടനാപരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതതിൻ്റെ സംവിധാനം അനുസരിച്ചിട്ട് നടക്കും. അത് അവിടെ ആ തരത്തിലുള്ള സംവിധാനത്തിൽ നമുക്കതിൽ ഇടപെടാൻ കഴിയില്ല. അതിൻ്റെ ഒരു സംവിധാനം അനുസരിച്ച് അത് മുന്നോട്ട് പോകും. ഈ അതിർത്തി ഇവർ കൃത്യമായി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അറിയില്ല, അത് അറിയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജില്ലാ അധ്യക്ഷനെ അറിയിച്ചിട്ടില്ല. ആർക്കെങ്കിലും അതൃപ്തിയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും ആരും ഇതുവരെ അതൃപ്തി അറിയിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ രാഷ്ട്രീയ കളിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കോൾ കർഷകർ നേരിടുന്ന പ്രതിസന്ധിക്ക് കാരണം സങ്കുചിതമായ രാഷ്ട്രീയ കളിയാണ്. ജൂണിൽ ആവശ്യപ്പെട്ട റിപ്പോർട്ട് പോലും ജില്ലാ കളക്ടർ ഇതുവരെയും തന്നിട്ടില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഏനാമാവ് ബണ്ടിൽ നിന്ന് ഉപ്പുവെള്ളം കോൾപ്പാടത്തേക്ക് കയറുന്നതുമായി ബന്ധപ്പെട്ടാണ് റിപ്പോർട്ട് ചോദിച്ചത്. തുടർച്ചയായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും നൽകാത്തതിനു പിന്നിൽ രാഷ്ട്രീയ കളിയാണെന്ന് സുരേഷ് ഗോപി തുറന്നടിച്ചു. തൃശ്ശൂരിലെ രാഷ്ട്രീയ കളിയാണ് കോൾ കർഷകരുടെ പ്രതിസന്ധിക്ക് പരിഹാരമാകാത്തതിന് കാരണം. ഡിസംബറിൽ കനത്ത മഴയിൽ വെള്ളം കയറി കൃഷി നശിച്ച കോൾപ്പാടങ്ങൾ സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. പ്രശ്നപരിഹാരത്തിന് വിവിധ വകുപ്പുകളെ ക്രോഡീകരിച്ച് യോഗം വിളിക്കുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു. ഇതിന് ഇവിടുത്തെ 2 വിഷയങ്ങൾ, വെള്ളപ്പാച്ചിൽ, അതെങ്ങനെയാണ് ഇവരുടെ അധ്വാനത്തെ കെടുത്തുന്നത്, ആ അപകടം നമുക്ക് ഓവർകം ചെയ്യാം. അതിനുവേണ്ടി കളക്ടറടുത്ത് ഞാൻ ഈ ജൂൺ ജൂലൈയിലുണ്ടായ വെള്ളപ്പൊക്ക സമയത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് വിളിച്ചും ഏനമാവ് എന്തായ റിപ്പോർട്ട് തരാം സാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ തരും. എത്ര മാസമായി?
നമ്മൾ ഈ ടോപ്പ് ലൈനിലുള്ള കളക്ടറെ പോലുള്ള ഉദ്യോഗസ്ഥരെ നമ്മൾ കുറ്റം പറയാനൊക്കത്തില്ല. ഇവിടെ വ്യക്തമായ ഒരു രാഷ്ട്രീയ കളിയാണ്. അതില്ലാന്ന് അവർ വ്യക്തമാക്കണമെങ്കിൽ പരിഹാര മാർഗം നമുക്ക് ചെയ്ത് കാണിച്ചു തരണം, വാഗ്ദാനമാണ്. അപ്പോൾ അതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇറിഗേഷൻ്റെയും അഗ്രികൾച്ചറിൻ്റെയും അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ചിമ്മിനി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ ഡാമിൻ്റെ വാട്ടർ ഫ്ലോയിങ് കൺട്രോൾ ആരുടെ കയ്യിലാണോ അവർ വന്ന് വാഗ്ദാനം ഇതല്ല എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എപ്പോൾ ചെയ്യുമെന്നും പറയട്ടെ. അതിന് വന്ന് സാക്ഷിയായിട്ട് ഞാൻ അവിടെ ഇരിക്കാം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്ഥിരതയിലൂന്നിയ വികസന പദ്ധതികളിലൂടെ മാത്രമേ നാടിന്റെ മുന്നേറ്റം സാധ്യമാകൂ എന്ന് മന്ത്രി എം പി രാജേഷ്. പാലക്കാട്ട് സംയോജിത ജലവിഭവ പരിപാലന റിപ്പോർട്ടുകളുടെ പ്രകാശനം മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കൊപ്പം നിർവഹിച്ച ശേഷം പ്രസംഗിക്കുകയായിരുന്നു എം പി രാജേഷ്. തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കിയ സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞതായും മന്ത്രി എം പി രാജേഷ് ചൂണ്ടിക്കാട്ടി. വാട്ടർ സെക്യൂരിറ്റി ആൻഡ് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി പാലക്കാട്, കാസർഗോഡ് ജില്ലകളുടെ സംയോജിത ജലവിഭവ റിപ്പോർട്ടാണ് മന്ത്രിമാരായ എം പി രാജേഷും കെ കൃഷ്ണൻകുട്ടിയും ചേർന്ന് പ്രകാശനം ചെയ്തത്. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായി ഓൺലൈൻ ഡോക്യുമെന്റേഷൻ ഉദ്ഘാടനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള ശാസ്ത്രീയ കൃഷിരീതി കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ചടങ്ങിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. WASCA സെക്കൻഡ് പ്രൊജക്ട് മാനേജർ കൃഷ്ണൻ ത്യാഗി, ടെക്നിക്കൽ അഡ്വൈസർ സ്റ്റീഫൻ ഡോം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണി, തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ MK ഉഷ, MGNR EGS ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ TS ശുഭ എന്നിവർ പ്രസംഗിച്ചു. A നിസാമുദ്ദീൻ സ്വാഗതവും P സൈദലവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ ഏവരും മുന്നോട്ട് വരണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട്ട് റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. കോട്ടമൈതാനത്ത് യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചതിന് ശേഷമാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് തുടക്കമായത്. ദേശീയ പതാക ഉയർത്തിയ ശേഷം മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. രാജ്യത്ത് മതേതരത്വം വലിയ വെല്ലുവിളി നേരിടുകയാണെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചൂണ്ടിക്കാട്ടി. ജനകീയ പരമാധികാരമെന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം 75ാം റിപ്പബ്ലിക് ദിനത്തിലും യാഥാർത്ഥ്യമായിട്ടില്ല. മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയെല്ലാം വെല്ലുവിളി നേരിടുകയാണ്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയും വലിയ വെല്ലുവിളി നേരിടുന്നു. വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിൻ്റെ അഖണ്ഡതയും സംരക്ഷിക്കാൻ ഏവരും മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര IAS, ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS എന്നിവരും പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. സായുധ പോലീസ്, ആംഡ് പോലീസ്, പ്രാദേശിക പോലീസ്, എക്സൈസ്, ഹോംഗാർഡ്സ്, ഫയർ ആൻഡ് റെസ്ക്യൂ, വാളയാർ ഫോറസ്റ്റ് സ്കൂൾ ട്രെയിനീസ്, വാളയാർ ഫോറസ്റ്റ് സ്കൂൾ വനിതാ കാഡറ്റുകൾ, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, SPC, എയർഫോഴ്സ് അസോസിയേഷൻ, ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്ലാറ്റൂണുകളാണ് പരേഡിൽ പങ്കെടുത്തത്. മലമ്പുഴ ജവഹർ നവോദയ വിദ്യാലയം, കഞ്ചിക്കോട് കേന്ദ്രീയ വിദ്യാലയം, പാലക്കാട് ഗവൺമെൻറ് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാണിക്കമാത കോൺവെന്റ് തുടങ്ങിയ സ്കൂളുകളിലെ കുട്ടികൾ കലാസാംസ്കാരിക പരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ മുഹമ്മദ് മുഹസിൻ MLA ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, വിവിധ വകുപ്പ് മേധാവികൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം 76ാമത് റിപ്പബ്ലിക് ദിനം
ആഘോഷിക്കുകയാണ്. ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി അതിനുശേഷം സ്വതന്ത്രമായിട്ടുള്ള ഒരു ഭരണഘടന പരമാധികാര രാജ്യമായി മാറുന്നതിന്റെ ഭാഗമായി അത് നിലവിൽ വന്നിട്ട് 75 വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി അതുണ്ടാകുന്നതിന് വേണ്ടി വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നത്. മണ്ണൂർ കൊട്ടക്കുന്ന് ജാമി അൽ ഉലും മദ്രസയിൽ റിപ്പബ്ലിക് ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. പള്ളി പ്രസിഡന്റ് KP മൊയ്തീൻകുട്ടി പതാക ഉയർത്തി. പള്ളി ഖത്തീബ് സൈദലവി, സെക്രട്ടറി K അബ്ദുൽ ഹക്കീം മാസ്റ്റർ, അബ്ദുൽ സലീം മുസ്ലിയാർ, K ഹംസ എന്നിവർ സംസാരിച്ചു. രാജ്യത്തിന് കൃത്യമായ മനോഹരമായ ഒരു ഭരണഘടന തയ്യാറാക്കി വലിയൊരു ഡെമോക്രാറ്റിക് രാജ്യമായി ഇന്ത്യ മാറുന്നത്, ഇന്ത്യയിൽ എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അവകാശം നൽകുന്നു എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ, ഒരുപാട് മതാധിഷ്ഠിത രാജ്യങ്ങളുണ്ട്. എന്നാൽ ഇന്ത്യ പോലെ മതേതര രാജ്യം ലോകത്ത് വളരെ കുറവാണ്. എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിച്ചുകൊണ്ട് ജീവിക്കാൻ അവസരം നൽകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മാത്തൂർ ചെങ്ങണിയൂർക്കാവ് തുളസി സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ വൈദ്യ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് G ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അറിവിൻ്റെ അപര്യാപ്തത കൊണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എത്തിപ്പെടുകയാണ് പലരും. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളേറെ രോഗം എങ്ങനെ വരാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ആലോചിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ അജ്ഞത കൊണ്ട് ഭക്ഷണത്തിൻ്റെ രീതിയും അതുപോലെ തന്നെ ഇന്നത്തെ പൊല്യൂഷൻ്റെ പ്രശ്നങ്ങളും ഭക്ഷ്യോൽപാദനങ്ങളിൽ അമിതമായ രാസവള പ്രയോഗവും അതുപോലെ തന്നെ മരുന്നും ഒക്കെ ഉപയോഗിച്ച് മണ്ണിൽ വളരെ വ്യത്യാസങ്ങളുണ്ടായി അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് നാട് എത്തിപ്പെട്ടു എന്നുള്ളത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിലൊക്കെ ഭാഗവാക്കായി എന്നുള്ളത് വസ്തുതയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. C മോഹനൻ, KM സുരേഷ്, തുളസി സ്മാരക വായനശാല ലൈബ്രറിയൻ ശ്രീനിഷ എന്നിവർ സംസാരിച്ചു. ജീവിതശൈലി രോഗങ്ങളിൽ ആയുർവേദത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ ഡോക്ടർമാരായ നീനു മോഹൻ, PS ഗൗരി എന്നിവർ ക്ലാസ് എടുത്തു. പ്രസീല ടീച്ചർ സ്വാഗതവും K ഇന്ദ്രപ്രസാദ് നന്ദിയും പറഞ്ഞു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച പാലക്കാട് വണ്ണാമട സ്വദേശിനി നിർമ്മലയുടെ കുടുംബത്തിന് തിരുപ്പതി ദേവസ്വം ബോർഡ് ധനസഹായം എത്തിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ സംഘം വണ്ണാമട വെള്ളാരങ്കൽ മേട്ടിലെ വീട്ടിലെത്തിയാണ് ധനസഹായം കൈമാറിയത്. തിരുപ്പതി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ദർശനത്തിന് ടോക്കൺ എടുക്കുന്നതിനിടെയാണ് വണ്ണാമട വെങ്കാരങ്കൽമേട് നിർമ്മല തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. ഇവരുടെ കുടുംബത്തിനുള്ള ധനസഹായം തിരുപ്പതി ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ സംഘം വണ്ണാമട വെള്ളാരങ്കൽമേട്ടിലെ വീട്ടിലെത്തി കൈമാറി. ഭർത്താവ് ഷൺമുഖസുന്ദരം, മകൾ കൗശിക എന്നിവർക്കാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ച തിരുപ്പതി ക്ഷേത്രം ദേവസ്വത്തിൻ്റെ വകയായ 25 ലക്ഷം രൂപയും ദേവസ്വം ബോർഡ് മെമ്പർ പ്രശാന്ത് റെഡ്ഡിയുടെ വക 2 ലക്ഷം രൂപയും ഉൾപ്പെടെ 27 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത്. തിരുമല തിരുപ്പതി ദേവസ്വം ബോർഡ് അംഗങ്ങളായ P രാമമൂർത്തി തിരുപ്പൂർ, വൈദ്യം ശാന്താറാം, A നാഗേഷ് കുമാർ എന്നിവർ ചേർന്ന് കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ തുക കൈമാറി. കുടുംബത്തിലെ ഒരാൾക്ക് ദേവസ്വം വകുപ്പിൽ ജോലിയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രേഖകൾ കൈമാറുന്ന മുറയ്ക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് ജോലി നൽകുമെന്നും വരുന്ന 2 വർഷ കാലയളവിനുള്ളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഈ കുടുംബത്തിന് VIP പരിഗണന നൽകുമെന്നും ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറിയിച്ചു. തമിഴ്നാട് തീരുമാൾ അടിയോർകൾ സംഘം പ്രസിഡന്റ് പൊള്ളാച്ചി KB ശ്രീനിവാസൻ, 5 മൈൽ S സെന്തിൽകുമാർ, N നടേശൻ, RSS ജില്ലാ പ്രചാർ പ്രമുഖ് S ദിനേശ് ബാബു, BJP മണ്ഡലം പ്രസിഡന്റ് AK മോഹൻദാസ്, M ബാലകൃഷ്ണൻ, K ഷിനു, ബാബു ഗോപാലപുരം, P വിചിത്രൻ, A അഭിലാഷ്, C അയ്യാസ്വാമി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന കോട്ടായി പഞ്ചായത്തിലെ അയ്യംകുളം വലിയപറമ്പ് കോഴിയോട് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് MLA ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ചു. നവീകരണ പ്രവൃത്തികൾ മാർച്ച് മാസത്തിൽ തുടങ്ങുമെന്ന് കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് പറഞ്ഞു.
കുണ്ടും കുഴികളും നിറഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമായ റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ്. MLA ഫണ്ടിൽ നിന്നും ആദ്യം 45 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. പിന്നീട് 30 ലക്ഷമാക്കി ചുരുക്കി. 15 ലക്ഷം കാവശ്ശേരി പഞ്ചായത്തിന് നൽകുകയായിരുന്നു. അയ്യങ്കുളം വലിയ പറമ്പ് കോഴിയോട് റോഡിന്റെ പണി മാർച്ച് മാസത്തിൽ തുടങ്ങുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മികച്ച സൗകര്യമുള്ള സർക്കാർ സ്കൂളുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് മന്ത്രി MP രാജേഷ് കൂനത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ആധുനിക കേരളത്തെ സാധ്യമാക്കിയതിൽ ഇതുപോലുള്ള പൊതുവിദ്യാലയങ്ങളുടെ പങ്ക് വിലമതിക്കാൻ കഴിയാത്തതാണ്. എന്തുകൊണ്ടാണ് കേരളം ഇന്ത്യയിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കേരളത്തിന്റെ സുശക്തമായ മികവാർന്ന പൊതുവിദ്യാഭ്യാസ ശൃംഖല എന്നതാണ്. 5 വയസ്സ് തികഞ്ഞ മുഴുവൻ കുട്ടിയും സ്കൂളിലെത്തുന്ന സംസ്ഥാനമാണ് കേരളം. 5 വയസ്സും ആവണ്ട, പ്രൈമറിയിൽ എത്തുന്നുണ്ട്, 3 വയസ്സാവുമ്പോഴേക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ P. മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം C. അബ്ദുൽ ഖാദർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NP കോമളം, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ഹരിദാസ്, പ്രിൻസിപ്പൽ C. ജിനേഷ് കുമാർ, പ്രധാനാധ്യാപിക DP നിർമ്മല, V. ശിരോമണി, PTA പ്രസിഡന്റ് DB രഘുനാഥ്, O. മധുസൂദനൻ, PA ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് ഇതോടെ തുടക്കമായത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലക്കിടി ശ്രീശങ്കര ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 109ാം വാർഷിക ആഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകരായ K. ജയലക്ഷ്മി, K. പ്രീതി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. അഡ്വക്കേറ്റ് K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റെന്തു ധനമാണെങ്കിലും നമുക്ക് അത് കവർന്നു കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ സ്വർണം അല്ലെങ്കിൽ ഡയമണ്ട്, മറ്റെന്തെങ്കിലും അത്തരത്തിൽ മൂല്യവത്തായ സാധനം ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അത് മോഷ്ടിച്ചെടുക്കാൻ പറ്റും. വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നിങ്ങൾ നന്നായി പഠിച്ച് അക്കാദമികമായിട്ടുള്ള നിലവാരവും സാമൂഹ്യ പ്രതിബദ്ധതയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിൽ നിന്നൊരിക്കലും ആ ധനത്തെ മോഷ്ടിച്ചെടുക്കാൻ കഴിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് അധ്യക്ഷത വഹിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ശിവപ്രസാദ് പാലോട് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M. രാമകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം AP ബാലൻ, പ്രധാനാധ്യാപിക N. ഇന്ദുലേഖ, PTA പ്രസിഡന്റ് TV തോമസ്, K. ജ്യോതി, K. സുനിൽകുമാർ, K. റാഹിൽ, PK അജിത്, K. ജയലക്ഷ്മി, K. പ്രീതി എന്നിവർ സംസാരിച്ചു. ഡിഗ്രി 1ാം റാങ്ക് നേടിയ MS ശ്രീദത്തിനെയും മികച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. INTUC ഷൊർണൂർ മണ്ഡലം കൺവെൻഷൻ ഷൊർണൂർ അയ്യങ്കാളി ഹാളിൽ നടന്നു. DCC സെക്രട്ടറി K. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിനയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. DCC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ, INTUC റീജിയണൽ പ്രസിഡന്റ് ഹംസ മേലാടയിൽ, MP സുശീൽ കുമാർ, MA റസാഖ്, വിൻസെന്റ്, വിനോദ് കല്ലായി, വിനോദ് പുത്തൻവീട്ടിൽ, കൗൺസിലർ ശ്രീകല രാജൻ, സരോജിനി തുടങ്ങിയവർ പ്രസംഗിച്ചു. അത്തരം കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് സജീവമായ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ട് നമ്മൾ ഒട്ടനവധി ഭാരവാഹികളെ വയ്ക്കും. ഈ ഭാരവാഹികളൊക്കെ ഒരു കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മൾ സജീവമായി ആ ഭാരവാഹിത്വം നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയാണ്, നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ചിന്താബോധത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവണം. അങ്ങനെ നമ്മളൊക്കെ കോൺഗ്രസിൽ നമ്മൾ പറയുന്നില്ല, കോൺഗ്രസ് ഒരു കേഡർ പാർട്ടിയല്ല. പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ SN കോളേജിൽ പ്രയുക്തി തൊഴിൽമേള സംഘടിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു. P. മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ C. ഖദീജ BV സ്വാഗതവും VG ഹേമ നന്ദിയും പറഞ്ഞു. കൗൺസിലർ T. ബിന്ദു, RDC കൺവീനർ CC ജയൻ, പ്രിൻസിപ്പാൾ എൽവിൻ പോൾ എന്നിവർ സംസാരിച്ചു. 40 പ്രമുഖ സ്ഥാപനങ്ങളിലേക്ക് 41 പേരെ തെരഞ്ഞെടുത്തു. 162 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. തുള്ളലാചാര്യൻ കോങ്ങാട് കുമാരനാശാന്റെ 25ാം അനുസ്മരണ പരിപാടികൾ ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാലയിൽ നടന്നു. ഡോക്ടർ സദനം ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. കുമാരനാശാനെ സംബന്ധിച്ച്, കോങ്ങാട് കുമാരനാശാനെ സംബന്ധിച്ചിടത്തോളം കോങ്ങാട് കുട്ടപ്പൻ ആശാന്റെ ശിഷ്യനായി പഠിക്കുകയും അന്നത്തെ കാലത്തുണ്ടായിരുന്ന മലബാർ രാമൻ നായർ അദ്ദേഹത്തിൻ്റെയും അതുപോലെ PK പൊതുവാൾ ആ കലാകാരന്മാരുടെയൊക്കെ ശേഷമായിരിക്കാം ചിലപ്പോൾ
കോങ്ങാട് കുമാരൻ നായരാശാൻ ഓത്തൻതുള്ളൽ മേഖലയിലേക്ക് വന്നിട്ടുണ്ടാവുക. ശരീര സൗഭാഗ്യം കൊണ്ടും മുഖ സൗന്ദര്യം കൊണ്ടും മലബാർ രാമൻ നായരാശാൻ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിൽ പി കെ പൊതുവാനെ സംബന്ധിച്ചിടത്തോളം അഭ്യാസബലം കൊണ്ടും ആ പെർഫെക്ഷൻ കൊണ്ടുമാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായത് എന്ന് നമുക്കൊക്കെ ഒരു പരിധിവരെ തുള്ളൽ കലയുടെ ചരിത്രം നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. കുഞ്ചൻ സ്മാരക സമിതി പ്രസിഡന്റ് ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. കഥകളി ആചാര്യൻ കല്ലുവഴി വാസു അനുസ്മരണ പ്രഭാഷണം നടത്തി. വിശ്വനാഥൻ നായർ, KGS നമ്പൂതിരി, R നാരായണൻ, P അനിൽകുമാർ, K ശ്രീവത്സൻ, അനുസ്മരണ സമിതി സെക്രട്ടറി ശൈലജാദേവി, കലാസമിതി സെക്രട്ടറി N സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സദനം അരികുമാർ, കല്ലുവഴി വാസു, കലാമണ്ഡലം സോമൻ, മുതിർന്ന ഇലത്താള കലാകാരൻ കിള്ളിക്കുറിശി ശിവശങ്കരൻ നായർ, സാരംഗി ലക്ഷ്മിനന്ദ എന്നിവരെ വേദിയിൽ ആദരിച്ചു. സാരംഗി പ്രജിത്തിന്റെ ഓട്ടംതുള്ളൽ, ലക്ഷ്മിനന്ദയുടെ സോപാന സംഗീതം എന്നിവയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. അനുസ്മരണത്തിന് ശേഷം കലാമണ്ഡലം ശിവദാസിന്റെ പറയൻതുള്ളൽ, ശിവദം തിരുവാതിരക്കളി സംഘത്തിന്റെ തിരുവാതിരകളി, ശിവാനി പ്രദീപ് അവതരിപ്പിച്ച പൂതനമോക്ഷം കഥകളിയും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ IT അധിഷ്ഠിത ബാങ്കിംഗ് സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന പുതിയ കോർ ബാങ്കിംഗ് സംവിധാനത്തിന് തുടക്കം. പുതിയ സേവനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. വളരെ പ്രധാനമാണ്. അപ്പോൾ അതിന് ആണ് ഇവിടെ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയുടെ കാലത്ത്, വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെയൊക്കെ കാലത്ത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാങ്കിങ്ങിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബാങ്കിങ് പഴയ കാലത്തെ ബാങ്കിങ് അല്ല എന്നുള്ളത്. ഇന്ന് ഇന്റർനെറ്റ് അധിഷ്ഠിതമായിട്ടുള്ള ബാങ്കിങ് സേവനങ്ങളാണ്. ഇന്ന് ഇരുന്നിടത്തിരുന്നുകൊണ്ട് ഏത് ബാങ്കിങ് സേവനവും ലഭ്യമാക്കാൻ കഴിയുന്ന, നേടാൻ കഴിയുന്ന നിലയിൽ സാങ്കേതിക വിദ്യ മാറിയിട്ടുണ്ട്. അത് ബാങ്കിങ് സേവനത്തിന്റെ മാത്രം കാര്യത്തിലല്ല കേട്ടോ, എല്ലാ രംഗത്തും. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ സേവനങ്ങളും P മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. കൃത്യമായി വായ്പ അടച്ചവർക്കുള്ള ഇൻസെന്റീവ് വിതരണം K പ്രേംകുമാർ MLA നിർവഹിച്ചു. UPI, RTGS, നെഫ്റ്റ് എന്നിവ S അജയകുമാർ, സൂര്യശക്തി വായ്പാ പദ്ധതി MR മുരളി, മൊബൈൽ ബാങ്കിംഗ്, IMPS എന്നിവ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, സൂര്യശക്തി സോളാർ വായ്പാ പദ്ധതി മംഗല്യനിധി എന്നിവ S കൃഷ്ണദാസ് എന്നിവർ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ്, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, IM സതീശൻ, പ്രൊഫസർ A ശിവരാമൻ, ബാങ്ക് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ അഡ്വക്കേറ്റ് K സുജിത് കുമാർ, വൈസ് ചെയർമാൻ KN ശിവദാസൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സംഗീത സന്ധ്യയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാണിയംകുളം സ്വാതി സെൻട്രൽ സ്കൂൾ 33-ാം വാർഷികം ആഘോഷിച്ചു. മുൻ DGP ഋഷിരാജ് സിംഗ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ അജിത് പിള്ള അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ഷാജി K തയ്യിൽ സ്വാഗതം പറഞ്ഞു. PNNM ഡയറക്ടർ സന്ധ്യ മണ്ണത്ത്, ഗായിക നിഷ പ്രമോദ്, മുൻ പ്രിൻസിപ്പാൾ സതി രാമചന്ദ്രൻ, PTA പ്രസിഡന്റ് രാജേഷ്, സ്കൂൾ ലീഡർ K ഹരിത എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട്ട് BJPയിൽ പൊട്ടിത്തെറി. ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ അതൃപ്തിയെ തുടർന്ന് വിമത നീക്കം ശക്തം. വിമത കൗൺസിലർമാർ രാജിവെച്ചേക്കുമെന്ന് സൂചന. വിമതർ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹത്തിനിടെ ചിലർ സന്ദീപ് വാര്യരുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ട്. കോൾ കർഷകരുടെ പ്രതിസന്ധിയിൽ തുറന്നടിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ രാഷ്ട്രീയ കളി. ജൂണിൽ ആവശ്യപ്പെട്ട റിപ്പോർട്ട് പോലും ജില്ലാ കളക്ടർ ഇതുവരെ തന്നിട്ടില്ല. തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് നൽകാത്തതിന് പിന്നിൽ രാഷ്ട്രീയ കളി മാത്രമെന്നും സുരേഷ് ഗോപി. സ്ഥിരതയിലൂന്നിയ വികസന പദ്ധതികളിലൂടെ മാത്രമേ നാടിന്റെ മുന്നേറ്റം സാധ്യമാകൂ എന്ന് മന്ത്രി MB രാജേഷ്. സംയോജിത ജലവിഭവ പരിപാലന റിപ്പോർട്ടുകളുടെ പ്രകാശനം പാലക്കാട്ട്. മികച്ച സൗകര്യമുള്ള സർക്കാർ സ്കൂളുകളാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് കൂനത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി. 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷത്തിന് തുടക്കം. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് 75 വയസ്സ്. ഭരണഘടന പ്രാബല്യത്തിൽ വന്നിട്ട് 3/4 നൂറ്റാണ്ട്.
രാജ്യത്ത് വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ. രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ ഏവരും മുന്നോട്ട് വരണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പതിറ്റാണ്ടുകളായി തകർച്ചയിലായ കോട്ടായി അയ്യംകുളം വലിയപറമ്പ് കോഴിയോട് റോഡിന് ശബ്ദമോഷം. റോഡ് നവീകരണത്തിന് MLA ഫണ്ടിൽ നിന്ന് 30 ലക്ഷം അനുവദിച്ചു. നവീകരണ പ്രവൃത്തികൾ മാർച്ചിൽ ആരംഭിക്കുമെന്ന് അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.